റാവൽപിണ്ടിയിലെ ഇടുങ്ങിയ തെരുവുകളിൽ ബാല്യം കഴിച്ചുകൂട്ടിയ ചുറുചുറുക്കുള്ള പെൺകുട്ടി. അവളുടെ പേര് തോഷി. വിവാഹ പെരുന്നാളുകളുടെ ചെണ്ടമേളം ഉയരുമ്പോൾ പ്രേംകലിയുടെ തിരക്കുകളിലൂടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ കടന്നു പോകുമായിരുന്നു. തൻ്റെ വീട്ടിലെ 2ാം നിലയിലെ ചെറിയ അലമാരയിൽ അവൾ പുസ്തകങ്ങൾ പൊന്നുപോലെ സൂക്ഷിച്ചു. സന്ധ്യയാകുമ്പോൾ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അവളൊരു പാട്ട് മൂളുമ്പോൾ താഴെ തെരുവിൽ അയൽക്കാരുടെ ചിരിയും സംസാരവും നിറയുമായിരുന്നു. ആ തെരുവും അതിലെ മനുഷ്യരും അവളെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചിരുന്നു. ആ തെരുവിന് അവർ നൽകിയ പേര് പ്രേംഗലി. ശരിക്കും സ്നേഹത്തിൻ്റെ ഇടവഴി. പക്ഷേ 1947 എല്ലാം മാറ്റിമറിച്ചു. വെറും 15 വയസ്സു മാത്രം പ്രായമുള്ള തോഷിക്ക് ഒരു രാത്രി കൊണ്ട് സ്വന്തം നാടും വീടും വിട്ടുപോകേണ്ടി വന്നു. ഒരു പിടി വസ്ത്രങ്ങളും ഒരിക്കലും മാഞ്ഞുപോകാത്ത ഓർമ്മകളും മാത്രം കയ്യിൽ പിടിച്ച് അവർ അതിർത്തി കടന്നു. എന്നാൽ അവരാരും അതിനെ ഒരു വിട പറച്ചിലായി കണ്ടില്ല. നമ്മൾ തിരിച്ചു വരും. പലായന സമയത്ത് അവർ കൂടെ കൂട്ടിയ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യം ആ പ്രതീക്ഷയായിരുന്നു. തോഷിയുടെ അമ്മ പലപ്പോഴും പറയും, സാരമില്ല, അത് നമ്മുടെ വീടാണ്, നമ്മൾ തിരിച്ചു പോകും, തീർച്ചയായും പോകും. പക്ഷേ ആ മടങ്ങിപ്പോക്ക് ഒരിക്കലും സംഭവിച്ചില്ല. അച്ഛൻ്റെ തുച്ഛമായ പെൻഷൻ ആ സ്വപ്നത്തെ താങ്ങാൻ പോകുന്നതായിരുന്നില്ല. ബാങ്കുകളിൽ നിക്ഷേപിച്ചിരുന്ന സമ്പാദ്യം ബാങ്കുകൾ തകർന്നതോടെ ഇല്ലാതായി. ഇന്ത്യയിൽ നഷ്ടപരിഹാരത്തിനായി സർക്കാർ നൽകിയ വീട് പോലും അമ്മ സ്വീകരിച്ചില്ല. കാരണം ആ വീട് സ്വീകരിക്കുന്ന നിമിഷം സ്വന്തം വീട്ടിലേക്കുള്ള തിരിച്ചുവരവ് അസാധ്യമാണെന്ന് സമ്മതിക്കേണ്ടി വരുമെന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ മടങ്ങി വരാനുള്ള സ്വപ്നം നെഞ്ചിലേറ്റിയാണ് അമ്മ യാത്രയായത്. പിന്നെ അച്ഛൻ, പിന്നെ സഹോദരങ്ങൾ, ഒരാൾക്ക് പിന്നാലെ മറ്റൊരാൾ. അവളല്ലാതെ ആരും അവശേഷിച്ചില്ല. ഓരോരുത്തരായി കാലത്തിൻ്റെ മറവിയിലേക്ക് മാഞ്ഞുപോയി. അവസാനം 2022 90-ാം വയസ്സിൽ പൂനെയിലെ ഒരു വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ശ്രീമതി റീന വർമ്മ. അതെ, തോഷി ഇപ്പോൾ റീന വർമ്മയാണ്. ജീവിതം അവർക്ക് എല്ലാം തന്നിരുന്നു. വിദ്യാഭ്യാസം, ജോലി, വിവാഹം, മക്കൾ, കൊച്ചുമക്കൾ. എന്നാൽ ഒരു സ്വപ്നം മാത്രം ഒരിക്കലും വിട്ടുപോയില്ല. ഓരോ രാത്രിയും ഉറക്കത്തിൽ അവർ കണ്ടിരുന്നത് അതേ വീടായിരുന്നു. പ്രേംഗലിയുടെ ആ സുന്ദരമായ വീട്ടിലെ 2ാം നില. ആ ചെറിയ പുസ്തക അലമാര, കാലം കവർന്നെടുക്കാൻ കഴിയാത്ത ഓർമ്മകൾ. ഒരു ദിവസം അവർ ഇന്ത്യ പാകിസ്ഥാൻ ഹെറിറ്റേജ് ക്ലബ്ബ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ചേർന്നു. അവിടെ അവർ തൻ്റെ വീടിനെക്കുറിച്ച് എഴുതി, പ്രേംഗലിയെക്കുറിച്ച് എഴുതി, അലമാരയെക്കുറിച്ച് എഴുതി. കുട്ടിക്കാലത്തെ ഓരോ ഓർമ്മയും അവർ അക്ഷരങ്ങളാക്കി. ആ കുറിപ്പ് റാവൽപിണ്ടിയിലെ സജാദ് എന്ന ഒരാൾ വായിച്ചു. അയാൾ ആ വീടിനെ അന്വേഷിച്ചിറങ്ങി. ഒടുവിൽ വീട് കണ്ടെത്തി. ഫോട്ടോകളും വീഡിയോയും റീന വർമ്മയ്ക്ക് അയച്ചു കൊടുത്തു. 75 വർഷങ്ങൾക്ക് ശേഷം അവർ സ്വന്തം വീട് വീണ്ടും കണ്ടു. ഉടൻ വിസയ്ക്ക് അപേക്ഷിച്ചു, നിരസിക്കപ്പെട്ടു. വീണ്ടും അപേക്ഷിച്ചു, വീണ്ടും നിരസിക്കപ്പെട്ടു. പിന്നീട് ഒരു പാകിസ്ഥാനി മാധ്യമ പ്രവർത്തകൻ അവരുടെ കഥ ലോകത്തോട് പറഞ്ഞു. ആ വാർത്ത ഒടുവിൽ പാകിസ്ഥാന്റെ വിദേശകാര്യ സഹമന്ത്രിയുടെ മേശയിലെത്തി. അങ്ങനെയാണ് റീന വർമ്മയുടെ വിസ അനുവദിക്കപ്പെട്ടത്. 2022 ജൂലൈയിലെ ഒരു ഈർപ്പമുള്ള പ്രഭാതത്തിൽ റീന വർമ്മ സ്വന്തം കാലുകളാൽ അട്ടാരി വാഗ അതിർത്തി കടന്ന് റാവൽപിണ്ടിയിലേക്ക് നടന്നു. പ്രേംഗലിയിലേക്ക് കയറി ചെന്നപ്പോൾ ഒരു അത്ഭുതം അവളെ കാത്തിരുന്നു. തെരുവിലെ മുഴുവൻ ആളുകളും അവരെ കാത്തിരിക്കുകയായിരുന്നു. റോസാപ്പൂക്കൾ അവരുടെ മേൽ വർഷിച്ചു. ചെണ്ടമേളം മുഴങ്ങി. ആളുകൾ നൃത്തം ചെയ്തു. അവരിൽ പലരും അവരെ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ 75 വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ത്രീ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. അതെങ്ങനെ ആഘോഷിക്കാതിരിക്കും? അവർ പ്രേം നിവാസ് എന്ന വീടിൻ്റെ വാതിക്കൽ നിന്നു. ഒലീവ് പച്ച നിറമുള്ള ചുമരുകൾ, പഴയ നീല തൂണുകൾ, അടുപ്പ്, കാലം അത്ഭുതകരമായി കാത്തു സൂക്ഷിച്ചിരുന്ന ഓർമ്മകൾ.
അവർ ഓരോ മുറിയിലൂടെയും പതുക്കെ നടന്നു. പുസ്തകാലമാര നിന്നിരുന്ന സ്ഥലത്ത് എത്തി നിശ്ചലയായി നിന്നു. മാധ്യമപ്രവർത്തകരെ അകത്ത് കടത്തിയില്ല. കാരണം ചില നിമിഷങ്ങൾ ക്യാമറകൾക്കുള്ളതല്ല, ഹൃദയങ്ങൾക്കുള്ളതാണ്. പിന്നീട് അവർ ബാൽക്കണിയിലേക്ക് നടന്നു. ഒരിക്കൽ കൗമാരക്കാരെ ആയിരുന്നപ്പോൾ നിന്നിരുന്ന അതേ സ്ഥലം. അവിടെ നിന്നുകൊണ്ട് അവർ പാടാൻ തുടങ്ങി. 75 വർഷങ്ങൾക്ക് മുൻപ് ഓരോ സായാഹ്നവും മൂളിയിരുന്ന അതേ പാട്ട്. കാലം പോലും മായ്ക്കാത്ത ഒരു സംഗീതം. പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഹൃദയം ഇപ്പോഴും വേദനിക്കുന്നു. പക്ഷേ ജീവിതകാലം മുഴുവൻ കാത്തിരുന്ന ഈ നിമിഷം കാണാൻ കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. തിരിച്ചു പോകുന്നതിന് മുൻപ് പ്രേംഗലിയിലെ ജനങ്ങൾ അവർക്കായി മറ്റൊരത്ഭുതം ഒരുക്കിയിരുന്നു. ഇനിയത് റീന വർമ്മയുടെ വീട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരിക്കൽ തിരികെ വരില്ലെന്ന് ലോകം പറഞ്ഞ വീട്ടിൻ്റെ ചുമരിൽ അവളുടെ പേര് എഴുതപ്പെട്ടു. ചരിത്രം അവളെ വീട്ടിൽ നിന്നകറ്റി. കാലം അവളെ വാർദ്ധക്യത്തിലെത്തിച്ചു. പക്ഷേ സ്നേഹം അവളുടെ വിലാസം മറന്നില്ല. 75 വർഷം വൈകിയെങ്കിലും അവർ ഒടുവിൽ വീട്ടിലെത്തി. കാരണം ചില വീടുകൾ ചുമരുകളും മേൽക്കൂരകളും മാത്രമല്ല, അവ നമ്മുടെ ഓർമ്മകളാണ്, നമ്മുടെ ബാല്യമാണ്, നമ്മുടെ ആത്മാവിൻ്റെ ഭാഗമാണ്. അവിടേക്കുള്ള മടങ്ങിവരവ് ഒരു യാത്രയുടെ അവസാനമല്ല, ഒരു ജീവിതത്തിൻ്റെ പൂർത്തീകരണമാണ്.